Hi dear, welcome to The Voice Hub. സെൽഫ് ലവ് വീഡിയോ സെക്കൻഡ് പാർട്ടാണ്. അതിൽ ഞാൻ ആദ്യം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം തുടർന്ന് കാണുക. ഓക്കെ ഡിയർ. അങ്ങനെ ഒരു വിജയം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ്. നിങ്ങളെക്കൊണ്ട് സാധിക്കും. അതെന്താഗ്രഹമാണെങ്കിലും നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് ആദ്യം ഉറച്ച് വിശ്വസിക്കുക. നിങ്ങളെക്കൊണ്ട് കഴിയും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഇതുപോലെ തന്നെയാണല്ലോ മറ്റ് വ്യക്തികളും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ടും സാധിക്കും. ഈ ഒരു ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ അതിന് നിങ്ങൾ തന്നെ പ്രയത്നിക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ ആ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കണം എന്ന് സ്വയം പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും, നിങ്ങളുടെ ഇപ്പോൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും ആഗ്രഹം നേടാൻ സാധിക്കുമെന്ന പൂർണ്ണമായിട്ടൊരു വിശ്വാസമാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ജീവിതയാത്രയിൽ നിങ്ങൾക്ക് ഒരു സാഹചര്യം വരുവാണ്, അവിടെ നോ എന്ന് പറയേണ്ടി വന്നാൽ തീർച്ചയായിട്ടും നോ പറയുക. വളരെ റെസ്പെക്റ്റ്ഫുള്ളി അവരോട് പറയാം, സമാധാനത്തോടെ പറയാം. യെസ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നാലും വളരെ ഹാപ്പി ആയിട്ട് തന്നെ പറയാം, യെസ് എന്ന് പറയാം. അവിടെ മറ്റു വ്യക്തികൾക്ക് വേണ്ടിയോ സാഹചര്യങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല, മാറിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെക്കാൾ ഉപരി വീട്ടിലുള്ള മറ്റു വ്യക്തികളുടെ, പാർട്ട്ണറുടെയോ കുട്ടികളുടെയോ ഒക്കെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻലോസിൻ്റെ കാര്യങ്ങളായിരിക്കാം, മറ്റ് ബന്ധുക്കളുടെ കാര്യങ്ങളായിരിക്കാം ശ്രദ്ധിക്കുന്നുണ്ടാവുക. പക്ഷേ സ്വയം ഒരു സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ മാത്രമാണുള്ളത്. അവർക്കൊരു ജീവിതമുണ്ട്, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കും നമ്മുടേതായ കാര്യങ്ങളുണ്ട്, നമ്മുടെ ജീവിതമുണ്ട്. അത് നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നാളെ ഈ വ്യക്തികൾക്ക് നമ്മളൊരു ബേർഡനായിട്ട് മാറാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ അത്തരത്തിലൊരു സ്റ്റെബിലിറ്റി നമ്മുടെ ജീവിതത്തിന് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു നിമിഷം മുതൽ പ്രവർത്തിച്ച് തുടങ്ങേണ്ടതാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, അവയൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കാനായിട്ട് തുടങ്ങേണ്ടതാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് ആരോഗ്യമാണ്. ആരോഗ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങുക. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മളെ കാണുമ്പോൾ മറ്റുള്ള വ്യക്തികൾ നമ്മളെ അഡ്മയർ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കൊരു ഒരു കോൺഫിഡൻസ് കുറവായിരിക്കും. നിങ്ങളുടെ ബ്യൂട്ടി ഒക്കെയും നിങ്ങളുടെ ഡ്രസ്സിങ് ഒക്കെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ ഡിയർ. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ഹോമിക്കുന്ന ആ ഒരു സ്വഭാവം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. അത് ഒറ്റയടിക്ക് ചെയ്യണമെന്നില്ല, പതിയെ പതിയെ ഓരോ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളിങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് വരേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മളോടൊരു സ്നേഹം ഉണ്ടാവണം. ദിവസം നിങ്ങളതൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ഹാർട്ടിൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടങ്ങ് നിറയാണ്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയാണ്. അത് ഡെയിലി ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സ്നേഹം നിങ്ങളോട് തോന്നും. നിങ്ങളെ സ്വയം വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുവോ അതിനനുസരിച്ചാണ് എനിക്ക് മറ്റൊരു വ്യക്തിയും സ്നേഹിക്കാൻ സാധിക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഒത്ത് അവർ ജീവിക്കട്ടെ എന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു സെൽഫ് റെസ്പെക്റ്റ് പിന്നീട് നമ്മളെ അങ്ങോട്ടേക്ക് സെൽഫ് ലവ് നമ്മളെ സെൽഫ് റെസ്പെക്റ്റിലേക്ക് നയിക്കും. അവിടെ നമ്മൾ സ്വയം ബഹുമാനിക്കാൻ പഠിക്കും. അതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഏജ് വൈസോ പ്രൊഫഷൻ വൈസോ നോക്കുമ്പോൾ മറ്റുള്ള വ്യക്തികളെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. അവർ നമ്മളെക്കാളും മുകളിലാണ്. പക്ഷേ നമ്മൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ ഏതൊരു വ്യക്തിയും, അത് ഏജ് കുറഞ്ഞ ആളായിക്കോട്ടെ കൂടിയ ആളായിക്കോട്ടെ എന്ത് ജോലി ആയിക്കോട്ടെ, അവർ നമുക്ക് തുല്യരാണ്. അവർ നമുക്ക് താഴെയല്ല മുകളിലും അല്ല. അത്തരത്തിൽ നമ്മളെങ്ങനെയാണോ ബഹുമാനിക്കുന്നത് അതിനാദ്യം സെൽഫ് റെസ്പെക്റ്റ് വേണം. അതുപോലെ ആ വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കണം. അത്തരത്തിൽ നിങ്ങൾക്ക് വളരാൻ സാധിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ ബഹുമാനിക്കാത്ത ഇടങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക. നിങ്ങളെ വിലമതിക്കാത്ത വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. എന്ന് വെച്ച് പാർട്ണർ വേണ്ട, കുട്ടികൾ വേണ്ട, കുടുംബം വേണ്ട എന്നല്ല. നിങ്ങൾ അവരെ ഒരു ഹിൻഡ് കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്ത പോലും എന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഓരോ കാര്യങ്ങളും എനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഞാനതിൽ
പങ്കാളിയാവാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് എൻ്റേതായ ഒരു വാല്യൂ ഉണ്ട് എന്ന് പറയുകയല്ല വേണ്ടത്. നിങ്ങളുടെ ഓരോ പ്രവൃത്തികളിലൂടെ ചെറിയ ചെറിയ സിഗ്നൽസ് അവർക്ക് കൊടുക്കുക. അവരത് മനസ്സിലാക്കിക്കോളും. എന്നിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. അതാണ് വേണ്ടത്. സൈലൻ്റായിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾ ഒച്ചയെടുത്ത് ബഹളം ഉണ്ടാക്കി അങ്ങനെ ഒന്നും നേടാൻ സാധിക്കില്ല. അവിടെ ഒരു കുറച്ചുകൂടി ഒരു ക്രിട്ടിക്കായിട്ടൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കുട്ടികളെയൊക്കെ നമ്മൾ ഇതിലേക്ക് വലിച്ചിടുന്ന ഒരു പ്രവൃത്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരുടെ സമാധാനം കൂടി നഷ്ടപ്പെടും. അപ്പോൾ നമുക്കെല്ലാം പ്രധാനമാണ്. കുടുംബം പ്രധാനമാണ്, അതോടൊപ്പം നമ്മളെന്നുള്ള വ്യക്തിയും പ്രധാനമാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ ഡിയർ. അത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങളെ ആർക്കും വേദനിപ്പിക്കാൻ കഴിയില്ല. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കും നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല. അതായത് ആരെന്ത് ചെയ്താലും നിങ്ങളത് ബാധിക്കുന്നില്ല. നിങ്ങൾ അത്രയ്ക്കും മെൻ്റലി സ്ട്രോങ് ആവുകയാണ്. ഓക്കെ ഡിയർ. പിന്നെ ഒരു ഫിസിക്കൽ അബ്യൂസും മറ്റും ഉള്ള സാഹചര്യങ്ങളാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അല്ലാത്ത തലങ്ങളിൽ നിങ്ങൾ ബോൾഡായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. എന്ത് പറഞ്ഞോട്ടെ പ്രവർത്തിച്ചോട്ടെ, അതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. അത്തരത്തിൽ നിങ്ങൾ അത്രയും കാം ആൻഡ് പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ നിങ്ങളും ഒരു വ്യക്തിയെയും അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതെ മുന്നോട്ട് പോവുക. അറിയാതെ ചെയ്യുന്ന തെറ്റുകളെ നമുക്ക് ദൈവത്തോട് അല്ലെങ്കിൽ മാപ്പപേക്ഷിക്കാവുന്നതാണ്. അതേതൊരു ശക്തിയോടായാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അവിടെ മാപ്പപേക്ഷിക്കാവുന്നതാണ്. അത്തരത്തിലൊരു നല്ലൊരു വ്യക്തിത്വത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇതൊരു പീസ്ഫുൾ വേ ആണ്. ഇപ്പോൾ നമുക്കെല്ലാ സാഹചര്യങ്ങളും ഉണ്ടെന്നിരിക്കട്ടെ, കുടുംബമുണ്ട്, എല്ലാവരുടെയും മുന്നിൽ നല്ലൊരു കുടുംബമുണ്ട്, ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ആരും അറിയുന്നില്ലല്ലോ, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് സമാധാനം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ആ ഒരു സമാധാനത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. അതിനെ സ്വയം പീസ്ഫുള്ളായിട്ടിരിക്കുക. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ വളരെ പീസ്ഫുള്ളായിട്ട് തന്നെ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ശ്രമിക്കുക. അത്തരത്തിൽ ആർക്കും ഒരു തരത്തിലും വേദനിപ്പിക്കാൻ കഴിയാത്ത, മറ്റാരെയും വേദനിപ്പിക്കാത്ത വളരെ ഒരു വ്യക്തിത്വമുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ വളരും. ആർക്കും തളർത്താൻ കഴിയാത്തൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് വളരാൻ സാധിക്കും. അതാണ് വേണ്ടത്. ഓക്കെ ഡിയർ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനൊരു പീസ്ഫുൾ വേ ആണ് പറയുന്നത്. ഓക്കെ ഡിയർ. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പല രീതിയിൽ പരിഹരിക്കാം. പെട്ടെന്നൊരു ആക്ഷൻ എടുത്ത് അതെല്ലാവരെയും ബാധിക്കും. ആ ഒരു കുടുംബത്തെ, 2 കുടുംബങ്ങളെ ബാധിക്കും. പ്രത്യേകിച്ച് അതിലുള്ള കുഞ്ഞുങ്ങളെ ബാധിക്കും. അതിലൊക്കെയും ഉപരി ഇതൊരു വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു ഫിസിക്കൽ അബ്യൂസൊക്കെ വരുന്ന ടൈമിലാണ് നമ്മൾ കുറച്ചുകൂടി കാര്യമായിട്ട് ചിന്തിക്കേണ്ടത്. അവിടെ നിങ്ങൾ മറ്റൊരാളുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. അത് അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അവിടെയും നിങ്ങൾ പീസ്ഫുള്ളായിട്ട് നിൽക്കാൻ തന്നെ ശ്രമിക്കുക. പക്ഷേ നിങ്ങൾക്കൊരു ശാരീരിക ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ മാറി നിൽക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യും. ഓക്കെ ഡിയർ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്.